ഇസ്രായേലിന്റെ അത്യാധുനിക അയൺ ഡോം വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന തമിർ ഇന്റർസെപ്റ്റർ മിസൈലുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് ഇസ്രായേൽ അന്തിമ രൂപം നൽകുന്നതായി റിപ്പോർട്ടുകൾ. കേന്ദ്ര സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ ആയിരിക്കും ഈ നിർമ്മാണം നടക്കുക. ഇസ്രായേലിന്റെ പ്രമുഖ പ്രതിരോധ സാങ്കേതിക സ്ഥാപനം ഇതിനായുള്ള നടപടികൾ വേഗത്തിലാക്കിയതായാണ് അന്താരാഷ്ട്ര പ്രതിരോധ മേഖലയിൽ നിന്നുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതൊരു സാധാരണ പ്രതിരോധ നിർമ്മാണ കരാർ മാത്രമല്ല, ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള പ്രതിരോധ സാങ്കേതിക സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്ന നിർണായക നീക്കമായാണ് ഇതിനെ വിലയിരുത്തുന്നത്. അതേസമയം ഇന്ത്യയെ ആഗോള പ്രതിരോധ നിർമ്മാണ രംഗത്തെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായി ഉയർത്താനുള്ള സാധ്യതയും ഈ പദ്ധതിക്കുണ്ട്. എന്താണ് തമിർ ഇന്റർസെപ്റ്റർ മിസൈൽ? എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇന്ത്യയെ ഉൽപാദന കേന്ദ്രമാക്കാൻ ആഗ്രഹിക്കുന്നത്? പരിശോധിക്കാം വിശദമായി. ഞാൻ ഗ്രീഷ്മ. അയൺ ഡോം വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ പ്രധാന ഘടകമാണ് തമിർ ഇന്റർസെപ്റ്റർ മിസൈൽ. ശത്രു രാജ്യങ്ങളിൽ നിന്ന് തൊടുക്കുന്ന റോക്കറ്റുകൾ, ചെറുദൂര മിസൈലുകൾ, മോട്ടാർ ഷെല്ലുകൾ, ആളില്ലാ വ്യോമവാഹനങ്ങൾ മുതലായവയെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് ആകാശത്ത് വെച്ച് കണ്ടെത്തി നശിപ്പിക്കുകയാണ് ഇതിന്റെ ദൗത്യം. റഡാർ സംവിധാനവും കമാൻഡ് ആൻഡ് കൺട്രോൾ കേന്ദ്രവും ചേർന്ന് ശത്രു ആയുധങ്ങളെ സഞ്ചാരപാത കണക്കാക്കുന്നു. ജനവാസ മേഖലകളെയോ നിർണായക സൈനിക കേന്ദ്രങ്ങളെയോ ലക്ഷ്യമിടുന്ന ആക്രമണമാണെന്ന് കണ്ടെത്തിയാൽ മാത്രമാണ് തമിർ മിസൈൽ വിക്ഷേപിക്കുക. അടുത്ത കാലത്ത് പശ്ചിമേഷ്യയിൽ രൂപപ്പെട്ട യുദ്ധ സാഹചര്യങ്ങളും തുടർച്ചയായ റോക്കറ്റ് മിസൈൽ ആക്രമണങ്ങളും ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വലിയ സമ്മർദ്ദമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ദിവസേന 100 കണക്കിന് മിസൈലുകൾ തടയേണ്ടി വരുന്ന സാഹചര്യത്തിൽ തമിർ മിസൈലുകളുടെ ആവശ്യകത ഗണ്യമായി ഉയർന്നിട്ടുണ്ട്. ഇസ്രായേലിന്റെ നിലവിലെ ഉൽപാദന ശേഷി മാത്രം ഈ വർദ്ധിച്ച ആവശ്യം നിറവേറ്റാൻ മതിയാകുന്നില്ല. അതിനു പുറമെ യുദ്ധകാലത്ത് മിസൈൽ നിർമ്മാണശാലകൾ ശത്രു ആക്രമണത്തിന് വിധേയമാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. നിർമ്മാണശാലകൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ ഉൽപാദനം തടസ്സപ്പെടുകയും അതിന്റെ പ്രത്യാഘാതം രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിയെ ബാധിക്കുകയും ചെയ്യും. ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനായി രാജ്യത്തിന് പുറത്തുള്ള വിശ്വസനീയമായ പങ്കാളിത്ത രാജ്യങ്ങളിൽ ഉൽപാദന കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനുള്ള തന്ത്രമാണ് ഇസ്രായേൽ സ്വീകരിക്കുന്നത്. ശക്തമായ വ്യവസായ അടിസ്ഥാന സൗകര്യവും പ്രതിരോധ നിർമ്മാണ പരിചയവുമുള്ള ഇന്ത്യയാണ് അതിനുള്ള ഏറ്റവും അനുയോജ്യമായ രാജ്യങ്ങളിൽ ഒന്ന്. തമിർ മിസൈലുകളുടെ നിർമ്മാണം ഇന്ത്യയിലേക്ക് വ്യാപിപ്പിക്കുന്നതിലൂടെ ഉൽപാദനവും വിതരണവും ഒരൊറ്റ രാജ്യത്തെ മാത്രം ആശ്രയിക്കേണ്ട സാഹചര്യം ഒഴിവാക്കാനാകും. യുദ്ധസമയത്ത് അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത, ഗതാഗത തടസ്സങ്ങൾ, നിർമ്മാണശാലകളിലെ ആക്രമണ സാധ്യത തുടങ്ങിയ വെല്ലുവിളികളെ അതിജീവിക്കാൻ ബഹുരാജ്യ ഉൽപാദന മാതൃക സഹായകമാകും. ഇന്ത്യയിൽ വലിയ തോതിൽ നിർമ്മാണം ആരംഭിച്ചാൽ ആവശ്യമായ സമയത്ത് വേഗത്തിൽ മിസൈലുകൾ ലഭ്യമാക്കാനും ഇസ്രായേലിന് സാധിക്കും. ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് അയൺ ഡോം സംവിധാനത്തിന്റെ കാര്യക്ഷമതയും പ്രവർത്തന സന്നദ്ധതയും വർദ്ധിപ്പിക്കും. ഇസ്രായേൽ ഇതിനു മുൻപ് അമേരിക്കയുമായും സമാനമായ സഹകരണം ആരംഭിച്ചിരുന്നു. റാഫേലും അമേരിക്കൻ പ്രതിരോധ കമ്പനിയായ റേത്തിയോണും ചേർന്ന് രൂപീകരിച്ച സംയുക്ത സംരംഭത്തിലൂടെ അമേരിക്കയിൽ തമിർ മിസൈലുകളുടെ വിവിധ ഘടകങ്ങൾ നിർമ്മിക്കുകയും അയൺ ഡോം സംവിധാനത്തിന്റെ ഉൽപാദനത്തിൽ പങ്കാളികളാവുകയും ചെയ്യുന്നു. ഇപ്പോൾ അതേ മാതൃക ഇന്ത്യയിലും നടപ്പാക്കാനാണ് ശ്രമം. ഇന്ത്യൻ പൊതുമേഖലാ സ്വകാര്യ പ്രതിരോധ കമ്പനികളുമായി സഹകരിച്ച് മിസൈലുകളോ അവയുടെ നിർണായക ഘടകങ്ങളോ നിർമ്മിക്കുന്ന സംവിധാനം രൂപപ്പെടുത്താനാണ് സാധ്യത. ഇത് ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ നിലവാരം കൂടുതൽ ഉയർത്തുകയും ആഭ്യന്തര വ്യവസായങ്ങൾക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. തമിർ മിസൈലുകൾ മറ്റ് നിരവധി വ്യോമ പ്രതിരോധ മിസൈലുകളെ അപേക്ഷിച്ച് താരതമ്യേന ചെലവ് കുറഞ്ഞവയാണ്. എന്നാൽ ഇന്ത്യയിലെ വലിയ വ്യവസായ അടിസ്ഥാനവും മത്സരാധിഷ്ഠിത നിർമ്മാണ ചെലവും പ്രയോജനപ്പെടുത്തുന്നതിലൂടെ ഓരോ മിസൈലിന്റെയും നിർമ്മാണ ചെലവ് ഇനിയും കുറയ്ക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. വൻതോതിലുള്ള ഉൽപാദനം സാധ്യമാകുന്നതോടെ അസംസ്കൃത വസ്തുക്കളുടെ വാങ്ങൽ മുതൽ നിർമ്മാണം, പരിശോധന, വിതരണം എന്നിവയിലെ ചെലവും കുറയും. ഇത് ഇസ്രായേലിന് ദീർഘകാല സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതോടൊപ്പം കൂടുതൽ മിസൈലുകൾ കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കാനും സഹായിക്കും. കഴിഞ്ഞ ഒരു ദശകത്തിനിടെ ഇന്ത്യയുടെ പ്രതിരോധ നിർമ്മാണ മേഖല ശ്രദ്ധേയമായ വളർച്ചയാണ് കൈവരിച്ചത്. പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്നിവയ്ക്കൊപ്പം നിരവധി സ്വകാര്യ പ്രതിരോധ കമ്പനികളും ലോകോത്തര നിലവാരത്തിലുള്ള മിസൈൽ, റഡാർ, ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ എന്നിവയിലൂടെ നിർമ്മാണത്തിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. തമിർ മിസൈൽ നിർമ്മാണം ഇന്ത്യയിൽ എത്തുന്നതിലൂടെ അത്യാധുനിക മിസൈൽ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പരിചയവും ഗുണനിലവാര നിയന്ത്രണ സംവിധാനങ്ങളും ഇന്ത്യൻ കമ്പനികൾക്ക് കൂടുതൽ ലഭ്യമാകും. ഇതിലൂടെ ഭാവിയിൽ സ്വദേശീയ വ്യോമ പ്രതിരോധ പദ്ധതികൾക്കും ശക്തമായ പിന്തുണ ലഭിക്കാനിടയുണ്ട്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന തമിർ മിസൈലുകൾ ആഗോള വിപണിയിൽ കൂടുതൽ മത്സരാധിഷ്ഠിതമായ വിലയിൽ ലഭ്യമാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയും നിലനിൽക്കുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി യൂറോപ്പിലും പശ്ചിമേഷ്യയിലും നടന്ന യുദ്ധങ്ങളും സംഘർഷങ്ങളും ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുടെ വ്യോമ പ്രതിരോധ ആവശ്യകത ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. റോക്കറ്റുകൾ, ഡ്രോണുകൾ,
ചെറുദൂര മിസൈലുകൾ എന്നിവയെ പ്രതിരോധിക്കാൻ കഴിയുന്ന വിശ്വസനീയവും ചെലവ് കുറഞ്ഞതുമായ സംവിധാനങ്ങൾ സ്വന്തമാക്കാൻ നിരവധി രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരേ സമയം നിരവധി ലക്ഷ്യങ്ങളിൽ നിന്ന് നടക്കുന്ന കൂട്ട ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യകത. ഇത്തരം സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന തമീർ മിസൈലുകൾക്ക് ആഗോള വിപണിയിൽ മികച്ച സ്വീകാര്യത ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുവഴി ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി വർദ്ധിക്കാനും വിദേശ നിക്ഷേപം ആകർഷിക്കാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഈ പദ്ധതി സഹായകമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തമീർ ഇന്റർസെപ്റ്റർ മിസൈലുകളുടെ ഇന്ത്യയിലെ നിർമ്മാണം യാഥാർത്ഥ്യമായാൽ അത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തെ പുതിയ തലത്തിലേക്ക് ഉയർത്തുന്ന ചരിത്രപരമായ നീക്കമായിരിക്കും. സാങ്കേതിക കൈമാറ്റം, ആഭ്യന്തര നിർമ്മാണം, പ്രതിരോധ വ്യവസായ വികസനം, ആഗോള കയറ്റുമതി സാധ്യതകൾ എന്നിവയിൽ ഇന്ത്യക്ക് ദീർഘകാല നേട്ടങ്ങൾ സമ്മാനിക്കുന്ന പദ്ധതിയായി ഇത് മാറുമെന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ. അതോടൊപ്പം ആഗോള പ്രതിരോധ നിർമ്മാണ ഭൂപടത്തിൽ ഇന്ത്യയുടെ പ്രാധാന്യം കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒരു നിർണായക ചുവടുവയ്പായും ഈ പദ്ധതി മാറാൻ സാധ്യതയുണ്ട്.